പിന്നെ വരുമ്പി ഗൈസ് അതൊക്കെ ഗൈസ് നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്ത് പോവാണ്. ഏകദേശം ഇപ്പോൾ ഒരു 5 കാലമായിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇന്ന് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. നമ്മൾ ഇന്ന് പക്രന്തളം ചുരത്തിൽ പോകുന്നു. ഗൈസ് നമ്മൾ ഇന്ന് പക്രന്തളം ചുരത്തിൽ പോകുന്നു. ഗൈസ് ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നു. ഇതാ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈഡില്. നല്ല ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ബ്ലോക്ക് ഊരി വന്നു. ഒരു ഇതുവരെ ഊരി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ സൈഡിൽ വെയിറ്റ് ചെയ്യാണ്. ഒരു വന്നിട്ട് ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ കിട്ടി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ട് അപ്പോൾ ഇവിടെ നിർത്തി. ആക്ച്വലി മഴക്കാലത്താണ് ഈ വ്യൂ ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടിയെടുത്ത് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു പള്ളി, അടിപൊളി പള്ളിയൊക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി വണ്ടി. ആക്ച്വലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല, കാരണം അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ. ബാക്കിലൊരു കിട്ടില്ലം വ്യൂ ആണ്. കിട്ടില്ലം വെച്ചാൽ കിട്ടില്ലം വ്യൂ. ഇനി ഈ വീഡിയോയിൽ അത്രമാത്രം അത് അടിപൊളിയല്ല, പക്ഷേ ആക്ച്വലി ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂ കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? നല്ല വ്യൂ. ഇവിടെ ചാത്തൻകോട്ടയുടെ ഞങ്ങളുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നത്. ആക്ച്വലി ഭയങ്കര വ്യൂ ആട്ടോ. ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് അങ്ങോട്ടേക്ക് കയറാമെന്ന് വിചാരിച്ചു. കയറാൻ മീൻസ് ചുമ്മാ പള്ളീൻ്റെ അവിടേക്ക് കയറിയിട്ട് ഒന്ന് വൃത്തിക്ക് കാണാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ അടിപൊളി സീന്. പിന്നെ നമ്മളെ കർത്താവുണ്ട് ഇവിടെ. ഗൈസ് നമ്മൾ ഇവിടുന്ന് വ്യൂ കണ്ടിട്ട് ഇനി എങ്ങോട്ടാ നേരെ പോവല്ലേ? യെസ്, ഇനി വ്യൂ പോയിന്റിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ് ഒരു കോമഡി ഉണ്ട്. അവരുടെ പെട്രോളിന്റെ എണ്ണ തീർന്നു. അവിടെ കുടുങ്ങി. വരുമ്പി ഗൈസ് खत्म बाय बाय टाटा गुड बाय गया. ഗൈസ് പ്രശ്നം വീണ്ടും പിന്നെയും എണ്ണ തീർന്നു പോയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഫോൺ വിളിച്ച് നോക്കി എങ്ങനെ എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഉണ്ണി ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഒച്ചത് പറ. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്ക. ഗൈസ് ആക്ച്വലി ഞങ്ങൾ മൂഞ്ചി. ബിക്കോസ് ഞങ്ങൾ ചുരത്തിൻ്റെ പകുതി എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ വണ്ടിയിലെ പെട്രോൾ തീർന്നു. അങ്ങനെ ഞങ്ങൾ 8ാമത്തെ പോയിന്റ് എങ്ങാണ്ട് എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചൊരു ഫ്ലോയിലിങ് എത്തി. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലം എത്തുന്നത് വരെ എത്തിയിട്ട് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. മറ്റവർ 2 പേര് ഞങ്ങൾക്ക് പെട്രോൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി ഒരു വന്നതിന് ശേഷം പെട്രോൾ ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വേറെ എങ്ങോട്ടേക്കെങ്കിലും വിടണം. എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു
ചില്ലാക്കിയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. തളരില്ല, ഞങ്ങൾ തളരില്ല. പൊളിഞ്ഞു പാളിച്ചായ ഞങ്ങൾ ട്രിപ്പും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെല്ലുന്നത് ഒരു ചായക്കടയിലേക്കാണ് കേട്ടോ. എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി സങ്കടം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ അവിടെ കയറി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു കടയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നൈസായിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ ട്രിപ്പിനെ പറ്റിയിട്ട് ഉണ്ണിക്ക് എന്താ പറയാനുള്ള? നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കണേ, പറ. ഞങ്ങൾ അവിടുന്ന് പിന്നെ മക്രോണിയും ഓരോ ചെറുകടികളൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ 4 ആളും കൂടെ ചില്ലായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. കാരണം ട്രിപ്പ് എന്തായാലും മുഞ്ചി, ബാക്കി കാര്യങ്ങളും കൂടെ സ്പോയിൽ ചെയ്യണ്ടല്ലോ എന്ന് ഞങ്ങൾ ആദ്യം കരുതിയത്. ഉണ്ണിയേട്ടാ വേറെന്തെങ്കിലും? ട്രിപ്പ് കഴിഞ്ഞ് നല്ല ചൂട് ചായ കുടിക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദോശ വിത്ത് മസാല, കോൾഡ് മസാല ദോശ. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നൈസായിട്ട് വണ്ടി എടുത്ത് പോകാനുള്ള പരിപാടി നോക്കി. വേറെ എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ആദ്യം ചിന്തിച്ചു. പക്ഷേങ്കിൽ അങ്ങനെ പോകാനുള്ളൊരു ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വിട്ടത് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അല്ല ഞങ്ങൾ ശരിക്കുള്ള അത്യാവശ്യം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു പിൻ പോയിന്റ് ഒരു 6th 7th എങ്ങാണ്ട് എത്തിയപ്പോൾ ഞങ്ങൾ പെട്രോൾ തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി വിട്ടിട്ട് താഴോട്ട് വന്ന് പെട്രോൾ അടിച്ച് തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫ്ലോപ്പ് ട്രിപ്പായി പോയിരുന്നു ആക്ച്വലി ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ.